എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂർ ദോഹ വിമാനം റദ്ദ് ചെയ്തു. 5:45 പുറപ്പെടേണ്ട വിമാനമാണ് അവസാന നിമിഷം റദ്ദ് ചെയ്തത്. യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. അത് ചെയ്ത് കൊടുക്കണ്ട. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വിമാനം റദ്ദാക്കാനുള്ള സാഹചര്യം എന്താണ്? വിമാന കമ്പനി അധികൃതർ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? യാത്രക്കാർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നുള്ള പരാതിയാണോ ഇപ്പോൾ വരുന്നത്? സജോ, ശ്രീജിത്ത്, 5:45 പുറപ്പെടേണ്ട കണ്ണൂർ ദോഹ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഏറ്റവും അവസാന നിമിഷം റദ്ദാക്കിയത്. അതായത് ചെക്ക് ഇൻ നടപടിക്രമങ്ങളൊക്കെ യാത്രക്കാർ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് വിമാനം സർവീസ് റദ്ദാക്കിയ വിവരം യാത്രക്കാരും അറിയുന്നത്. അതാണ് വലിയ തോതിൽ പ്രതിഷേധത്തിലേക്ക് പോയത്. അതായത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് സമയത്തിനെത്തി ബോർഡിംഗ് പാസ് എടുത്ത് ചെക്ക് ഇൻ അടക്കം പൂർത്തീകരിച്ച് അകത്ത് കയറിയപ്പോൾ മാത്രമാണ് ഈ സർവീസ് ഇല്ല എന്ന റദ്ദാക്കിയ വിവരം ഔദ്യോഗികമായി യാത്രക്കാർക്ക് ലഭ്യമാകുന്നത്. ഇതോടുകൂടിയാണ് വലിയ പ്രതിഷേധമുണ്ടായത്. അതിന് പിന്നാലെ മറ്റൊരു നാളത്തേക്കുള്ള സർവീസിൽ ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് നൽകാം എന്ന വിശദീകരണമാണ് കമ്പനി അധികൃതർ നൽകിയത്. സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. അപ്പോൾ പകരം സംവിധാനം എന്താണ് എന്നതായിരുന്നു യാത്രക്കാരുടെ ചോദ്യം. നാളത്തേക്ക് ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് നൽകാം എന്നതായിരുന്നു മറുപടി. പക്ഷെ അക്കാര്യത്തിലും വ്യക്തതയുള്ള ഉറപ്പുകൾ ലഭ്യമായില്ല. പിന്നീട് യാത്രക്കാർ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം, സാധാരണഗതിയിൽ ഫ്ലൈറ്റുകൾ റദ്ദാക്കുമ്പോൾ വിമാന കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അക്കോമഡേഷൻ ആവശ്യമായ യാത്രക്കാർക്ക് അത് നൽകണമെന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് വിമാന കമ്പനി പ്രതിനിധികൾ നൽകാൻ തയ്യാറായില്ല എന്നതാണ് പ്രതിഷേധം കൂടുതൽ രൂക്ഷമാക്കുന്നതിന് ഇടയാക്കിയത്. ആ നിലയിലുള്ള പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും തുടരുന്നുണ്ട്. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്.